എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പണ്ട് മോഹൻലാലിൻ്റെ ഗുരു സിനിമയിൽ ഇലാമപ്പഴം എന്ന് പറയുന്നൊരു പഴം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ അതല്ല, ഇത് കൊക്കോ ഫ്രൂട്ടാണ്. ഇതിൽ നിന്നാണ് നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും എല്ലാം ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയെന്നാണ്. നമ്മളപ്പോൾ ഈ കൊക്കോയുടെയും ചോക്ലേറ്റിൻ്റെയൊക്കെ വേരുകൾ തേടി വന്നിട്ടുള്ളത് കോട്ടയത്താണ്. നമ്മൾ കോട്ടയം മണിമലയിലാണുള്ളത്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ പോകുന്നത് മോനായി എന്നറിയപ്പെടുന്ന KJ വർഗീസ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാറ് 45 വർഷമായിട്ട് ഈ ഒരു കൊക്കോ ഡെവലപ്മെൻറ്റ് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. സാർ അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ? ഇവിടെ കൊക്കോ കൃഷിയിൽ ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലാതെ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളുടെ കളികളിൽ ഈ കൃഷി വളരെ അധപ്പതിച്ചു പോവുകയും, എന്നാൽ ഈ കൃഷിക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ മുതലേ മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരിക്കലും ഇതിന് ദോഷം വരികയില്ല എന്നുള്ള ചിന്തയോടുകൂടി, കാരണം ലോകം മുഴുവൻ ചോക്ലേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പിന്നെ ഈ കൊക്കോയ്ക്ക് വില കിട്ടുന്നില്ല? കൊക്കോ അല്ലാതെ ചോക്ലേറ്റിന് വേറെ ബദൽ മാർഗ്ഗമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ കർഷകർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു നല്ല കാലം വരും എന്നുള്ള ചിന്തയോടുകൂടി അടിസ്ഥാനമിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ തൈകളുണ്ടാക്കി കർഷകർക്ക് കൊടുത്തുകൊണ്ട് അതിൻ്റെ കൃഷി രീതികൾ പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് അതിൻ്റെ ഫ്രൂട്ട് മേടിച്ച് നമ്മൾ നല്ല ചോക്ലേറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പരിപാടികൾ പിന്നെ കർഷകർ മറ്റു വിളകളിലേക്ക്, റബ്ബറിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇപ്പം ഇതിലേക്ക് വരാൻ ഒരുങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇപ്പം ഏതാണ്ട് കിലോയ്ക്ക് 1000 രൂപ വില വന്നപ്പം കർഷകർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഈ ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിലും നമ്മൾ കണ്ടെത്തിയ ഇനം കൊക്കോകൾ നമ്മുടെ പറമ്പിൽ തന്നെ കുഴിച്ചു വെച്ച് പരീക്ഷിച്ച് അതിൻ്റെ സൽഫലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പം ദൈവാനുഗ്രഹത്താൽ ഇത്രയും വിലയുള്ളതുകൊണ്ട് കർഷകരെല്ലാം തിരിയാൻ തുടങ്ങി. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് കൊക്കോ തന്നെയല്ല, കൊക്കോയുടെ ചോക്ലേറ്റ് തന്നെയല്ല, ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കൊക്കോ ബട്ടർ, പൗഡർ, പിന്നെ ഇതിൻ്റെ അണ്ണാൻ കഴിക്കുന്ന ഫ്ലഷ്, അതുകൊണ്ട് വിനാഗിരി ഉണ്ടാക്കാം, അതുകൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം, അതുകൊണ്ട് വൈൻ ഉണ്ടാക്കാം. ഇങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇപ്പം അങ്ങനെ ആകാം എന്ന് മനസ്സിലാക്കി ഇപ്പം സർക്കാർ ഉൾപ്പെടെ വിവിധ ഏജൻസികൾ നമ്മളിൽ ഇത് വന്ന് കാണുകയും അതിന് വേണ്ടുന്ന പ്രോത്സാഹനം അവർ തരികയും, അപ്പോൾ അതോടൊപ്പം ഇത് ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സംഗതി ആയതുകൊണ്ട് കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ടാക്കി ആ കൂട്ടായ്മയിൽ കൂടി ഇതിനെ വളർത്തിക്കൊണ്ട് വരാനാണ് എൻ്റെ ശ്രമം. ഇപ്പം മണിമല കേന്ദ്രമാക്കിയ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി, ആ കമ്പനിക്ക് ഇപ്പം പേരിട്ടിരിക്കുന്ന ബ്രൗൺ ഗോൾഡ് എന്നാണ്. ബ്രൗൺ ഗോൾഡ് കൊക്കോയെ സംബന്ധിച്ചോളം, പെപ്പർ നമ്മൾ ബ്ലാക്ക് ഗോൾഡ് എന്ന് പറയും, അതുപോലെ തന്നെ ബ്രൗൺ ഗോൾഡ് ആണ് ഇപ്പോഴത്തെ കൊക്കോയുടെ പിന്നെ പുതിയ പേര്. ഞങ്ങളുടെ കമ്പനിയുടെ പേര് തന്നെയാണ്. ഈ മാസം മാർച്ച് 30-നകം അത് ലോഞ്ച് ചെയ്യുന്നതാണ്. ഏതാണ്ട് 1000-ഓളം കർഷകരുടെ ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ആൾക്കാർ ഇതിനെ സ്വീകരിക്കുന്നത്. കൊക്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിക്കും ലോകത്തിൽ 3 ഇനം കൊക്കോയാണ് യൂണിവേഴ്സിറ്റിയൊക്കെ പറയുന്നത്. 3 ഇനം കൊക്കോ ഉണ്ടാകും. അതിലൊന്നിൻ്റെ പേര് ഫോറസ്റ്റ് റോ. ഈ ഫോറസ്റ്റ് റോ കൊക്കോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പച്ച കളർ, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന കൊക്കോയാണ് ഫോറസ്റ്റ് റോ. പിന്നെ രണ്ടാമതൊരു ഇനം എന്ന് പറഞ്ഞാൽ ക്രയോള. ഈ ക്രയോള ഇനത്തിൽപ്പെട്ട കൊക്കോ ചുമന്തെനിക്ക് നമ്മുടെ ഇവിടെ 10 ചെടിയുണ്ട്, അതിനകത്ത് ചിലപ്പം ഒരു ചെടിയൊക്കെ ഇങ്ങനെ നേരത്തെ മുതലേ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ക്രയോള എന്ന് പറയുന്ന സാധനം ഇവിടെ അത്ര സുലഭമല്ല. അത് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ നല്ലതാണ്. പിന്നെ കായ്ക്ക് തൊണ്ടുകട്ടി കൂടുതലാണെങ്കിലും എണ്ണത്തിൽ കൂടുതലുണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഇനം ഉണ്ട്. അത് കൂടാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സാണ് ട്രിനിറ്റാരിയോ എന്ന് പറയുന്ന ഒരു ഇനം കൊക്കോ. അപ്പം നമ്മൾ ട്രിനിറ്റാരിയോ, അപ്പോൾ ഇത് 3ഉം നമ്മളിവിടെ ഈ തോട്ടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പം നല്ല ഫ്ലേവറും നല്ല അതിന് വില കൂടുതൽ കിട്ടും ഈ ട്രിനിറ്റാരിയോ കൊക്കോയ്ക്ക്. പക്ഷേ നമുക്കത് മതിയായ അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വില മേടിക്കാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ ഈ തോട്ടത്തിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കൊക്കോ ഇത് ട്രിനിറ്റാരിയോ വർഗത്തിൽപ്പെട്ട കൊക്കോയാണെന്നാണ് ഇതിൻ്റെ വിദഗ്ധർ കണ്ടിട്ട് പറഞ്ഞത്. നമുക്കതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. അതായത് രണ്ടിൻ്റെയും കൂടെ, നമ്മുടെ ക്രയോളയുടെയും
ഫോറസ്റ്റുകാരെയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. എന്തായാലും ഇത് സീഡ്ലിങ്സ് ആണ്, ബഡൊന്നുമല്ല. ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ, തടി കാണത്തില്ലാത്ത പോലെ കായായിരിക്കും ഇത്. ഏകദേശം എത്ര സ്ഥലമുണ്ട് ഇത് മൊത്തത്തിൽ? ഇത് 2 ഏക്കറാണ്. 2 ഏക്കർ ഉണ്ട് അല്ലേ? ഇതുപോലെ വേറെ സ്ഥലത്തും കൃഷിയുണ്ട്, വേറെ ഫാം? ഉണ്ട്. സാർ, ഈ ഒരു ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അപ്പം ഈ കൊക്കോ എടുക്കുന്നതും ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും ഒക്കെ? ഈ ഫ്രൂട്ടിൻ്റെ തോട് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് വെറ്റ് ബീൻസ് ആയിട്ട് നമുക്ക് കിട്ടും. ആ വെറ്റ് ബീൻസ് നമ്മൾ ഒരു 25 കിലോ എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്കിത് പുളിപ്പിക്കണം. ഫെർമെൻറ്റഡ് ബീൻസാണ്. നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഫെർമെൻറ്റഡ് ബീൻസേ പറ്റുള്ളൂ. അത് 5 ദിവസം നമ്മളിത് പുളിപ്പിക്കാൻ വെച്ച് പിന്നെ ഒരു 4 ദിവസം കൊണ്ട് ഉണങ്ങി വരുന്നതാണ് ഡ്രൈ കൊക്കോ എന്ന് പറയുന്നത്. ആ ഡ്രൈ കൊക്കോ നമ്മൾ റോസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് അതിന് നിബ്ബെന്നാണ് പറയപ്പെടുന്നത്. ആ നിബ്ബിനെ നമ്മൾ പിന്നെ അരച്ച് കൊക്കോ മാസ് എന്ന് പറയും. ആ കൊക്കോ മാസിനകത്ത് പാൽപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ചേർത്താണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അതൊരു 36 മണിക്കൂർ അരയ്ക്കണം. അതൊരു നീണ്ട പ്രോസസ്സാണ്. ഏതായാലും ഈ ഫ്രൂട്ടിൽ നിന്നാണ് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. 3 ദിവസത്തെ, അതായത് മിനിമം 3 ദിവസത്തെ പരിപാടിയാണ്. 3 ദിവസത്തെ, അതെ 3 ദിവസത്തെ പരിപാടിയാണ്. ഇതാണ് ഞങ്ങളുടെ ബെൽമൗണ്ട് ചോക്ലേറ്റ്. നമ്മൾ ഈ കൊക്കോയിൽ നിന്ന് ഉണ്ടാക്കി ഞങ്ങൾ നേരിട്ടുണ്ടാക്കുന്ന സാധനമാണ് ബെൽമൗണ്ട് ചോക്ലേറ്റ്. ബെൽമൗണ്ട്, മണിമല, അതെ. ഇത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇത് ഞങ്ങളുടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ? ഡാർക്ക് ചോക്ലേറ്റ് ഇത് എങ്ങനെ 100% 100% ഉണ്ട്, 80% ഉണ്ട്. ഇത് വൈറ്റ് ചോക്ലേറ്റ്. ഇത് ഞങ്ങളുടെ ചില്ലി ചോക്ലേറ്റ്. പുതിയ അനുഭവമാണ്. മധുരത്തോടൊപ്പം എരിവും ഉണ്ടാവും. ചില്ലി ചോക്ലേറ്റ്. ഇത് മിൽക്ക് ചോക്ലേറ്റ്. നമ്മുടെ റെഗുലർ ചോക്ലേറ്റ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കൊക്കോയെ ഒന്ന് പരിചയപ്പെടുത്തുക. ഇതാണ് CT40. ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത CT40 എന്നറിയപ്പെടുന്ന കൊക്കോയാണിത്. ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റി കൊക്കോ എന്ന് പറയുന്നത് കണ്ടോ, അതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമില്ലേ. നാടൻ കൊക്കോയുടെ കുരു ഇതാണ്. അതേസമയം ഇതാണ് CT40 കൊക്കോയുടെ കുരു. കണ്ടോ, ഭയങ്കര വ്യത്യാസമില്ല. തൊണ്ട് കട്ടി കുറവ്. ഇത് CT40യുടെ വേറൊരു കണ്ടോ, വലിയ കുരുവാണ്. തൊണ്ട് കട്ടിയേ ഇല്ല. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കുന്ന ചോക്ലേറ്റാണ് മണിമല ബെൽമൗണ്ട്. തിക്നെസ് ഉണ്ടാവും. CT40 എന്നാണ്. CT40യുടെ എന്ന് പറയുമ്പോൾ തിക്നെസ് ഭയങ്കര കുറവാണ്. മാത്രമല്ല ഇതിന്റെ ആ സീഡ്സിന് വലുപ്പം ഭയങ്കര കൂടുതലുമാണ്. ചെറിയൊരു പുളിയും റാംബുട്ടാൻ്റെ ഒക്കെ ഒരു സ്വാദുണ്ട്. ലിച്ചി റാംബുട്ടാൻ്റെ ഒക്കെ. പൊട്ടിച്ച കൊക്കോ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യണം. ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വുഡൻ ബോക്സ് ആണിത്. ഇതിന് 3 സ്റ്റേജ് ഉണ്ട്. നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഇത് നമ്മൾ പൊട്ടിച്ച കുരു ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യത്തെ സ്റ്റേജിൽ ഇവനെ ഈ ക്യാബിനിലാണ് ഇടുന്നത്. ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ജ്യൂസ് കംപ്ലീറ്റ് വാർന്നു പോകും. അത് താഴെ ഒരു ടാങ്കുണ്ട്, ആ ടാങ്കിലോട്ട് പോകും. അത് കഴിഞ്ഞ് 2 ദിവസം ഇതിനകത്ത് ഇട്ടേക്കും. ഈ 2 ദിവസം കൊണ്ട് ഇതിനകത്ത് ബാക്ടീരിയ ഫോം ചെയ്ത് ഇത് ചൂടാകാൻ തുടങ്ങും. അപ്പം ഇപ്പം ഒന്ന് തൊട്ട് നോക്കി, ഒന്ന് പിടിച്ച് നോക്കി, നമുക്ക് കഴുകുക. ചൂടുണ്ട്, നല്ല ചൂട്. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ചൂടാകാൻ. ഇപ്പോൾ 2 ദിവസമേ ഉള്ളൂ. ഇനി ആ 5ാമത്തെ ദിവസമാണല്ലോ നമ്മൾ മാറ്റുന്നത്. ആ സമയം ആകുമ്പോഴത്തേന് ഇതിനകത്ത് 50-55 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ കൊക്കോയ്ക്കകത്തെ കയ്പ്പ് മാറാൻ ഇതിനകത്തൊരു സ്റ്റേജ് മാറുകയാണ് ഈ ചൂട് കൊണ്ട്. അങ്ങനെ ആ രീതിയിലുള്ള ചൂട് കിട്ടിയെങ്കിൽ മാത്രമേ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതിനകത്ത് ഈ സമയത്താണ് ഇതിനകത്ത് ഫ്ലേവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ആ ഫ്ലേവർ ശരിക്കുള്ള ഫ്ലേവർ കിട്ടണമെങ്കിൽ ഫെർമെൻറ്റേഷനിലാണ്. ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റെന്നും അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഫെർമെൻറ്റേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് പ്രോസസ്സ്. അതായത് ഇരുമ്പ് പാത്രത്തിലൊന്നും തൊടാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ ഉടൻ ഇരുമ്പ് പാത്രത്തിൽ കറുത്തു പോകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഇളക്ക് ശരിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തട്ട് പൊക്കി കഴിയുമ്പോൾ അടുത്ത ക്യാബിനിലോട്ട് വീഴും. അപ്പോൾ ആ ഇളക്കിൻ്റെ പരിപാടി അവിടെ പ്രോപ്പറായിട്ട് നടക്കും. നമ്മളല്ലാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പോകുമ്പം ശരിക്കും പണിക്കാരും ജോലിക്കാരൊക്കെ ചെയ്യുമ്പം ശരിക്കും ചെയ്തില്ലെങ്കിൽ നമ്മൾ അറിയില്ല. ഇതെന്ന് പറഞ്ഞാൽ അറിഞ്ഞിരിക്കും, കറക്റ്റായിട്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇവിടുന്നാണ് ഇത് 5-ാം ദിവസം ഏതാണ്ട് ഓടിൻ്റെ കളറാവും. നമ്മൾ വെളുത്ത സാധനം ഓടിൻ്റെ കളറാവും ഫെർമെൻറ്റേഷൻ കഴിയുമ്പോൾ. ആ സാധനത്തിനാണ് നമ്മുടെ സോളാർ ഡ്രയറിലേക്ക് മാറ്റുന്നത്. അവിടെ 4 ദിവസം കൊണ്ട്, സൺലൈറ്റിലാണെങ്കിലും 4 ദിവസം കൊണ്ടാണ് നമ്മൾ കൊക്കോ. ഇതാണ് സോളാർ ഡ്രയർ. നമ്മൾ പുളിപ്പിച്ചെടുത്ത കൊക്കോയെ ഉണങ്ങാനുള്ള സംവിധാനമാണിത്. ഇത് പിന്നെ മഴയാണേലും വെയിലാണേലും നമുക്ക് ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നമുക്ക് കൊക്കോ നല്ല ക്വാളിറ്റി ആയിട്ട് ഉണങ്ങിയെടുക്കാൻ പറ്റും. ഇന്ന് കൊക്കോയുടെ വില നിശ്ചയിക്കുന്നത് ക്വാളിറ്റിയെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ കൊക്കോ ഉണങ്ങിയെടുക്കുന്ന ഒരു സംവിധാനമാണിത്. ഇത് UV ഷീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെറിയ തോതിലാണെങ്കിലും എല്ലാ വീടുകളിലും എല്ലാവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഏകദേശം 3 ടണ്ണോളം ഉണങ്ങാവുന്ന ഒരു സംവിധാനമാണിത്. നമ്മളിപ്പോൾ കൊടുങ്ങൂർ മണിമല റൂട്ടിലാണുള്ളത്. ഇവിടെ മൂലേപ്ലാവ് എന്നുള്ള സ്ഥലത്താണ് കോക്കോ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റോ മെറ്റീരിയൽ ആയിട്ടുള്ള കോക്കോ ഫ്രൂട്ട് എടുക്കുന്നു, അതിൻ്റെ ഫെർമെൻറ്റേഷനും പിന്നെ ലാസ്റ്റ് നമുക്ക് ബീൻസ് ആയിട്ട് കിട്ടി. ഇനി ബാക്കി പ്രോസസ്സിങ് നമുക്ക് ഇവിടെ കാണാം. നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ അവിടുത്തെ ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ബീൻസ്. ഇനി ബീൻസിന്റെ റോസ്റ്റിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇത് ഫാക്ടറിയിലാണ് വലിയ സ്കെയിലിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളെ കാണിക്കാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി സാർ ഒരു ചെറിയ ക്വാണ്ടിറ്റി റോസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇത് ഫെർമെൻറ്റ് ചെയ്ത ശേഷം നമ്മൾ ഡ്രൈ ആക്കിയ കൊക്കോയാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വീടുകളിൽ ചോക്ലേറ്റ് നമ്മൾ സ്വന്തമായിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ സാധാരണ ചെറിയ സ്മോൾ സ്കെയിലിൽ ഉണ്ടാക്കാമെന്നുണ്ട്. ഈ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. വലിയ ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ നമുക്ക് ഡ്രയർ പ്രത്യേകമുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ഡെമോയാണ് നമ്മൾ കാണിക്കുന്നത്. കൊക്കോയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 120 ദിവസം ഒരു പൂവിൽ നിന്ന് ചെറിയ തോതിൽ നമ്മുടെ ഒരു വിരലിൻ്റെ വണ്ണത്തിൽ കൊക്കോ ആയിക്കഴിഞ്ഞാൽ 120 ദിവസം വേണം നമുക്കത് പാകമായോ എന്നറിയാൻ ഇതിനൊരു മഞ്ഞപ്പ് കളർ ഈ കൊക്കോയ്ക്ക് വരും. അതാണ് അതിൻ്റെ ഒരു ലക്ഷണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടോ അല്ലെങ്കിൽ പുളിപ്പിക്കാനായിട്ടോ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതല്ലാത്ത പക്ഷം ഇത് ചൊള്ളിപ്പോവും. നമുക്ക് വിളവ് കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഈ ബീൻസിൻ്റെ ചുരുങ്ങിയിരിക്കും. ഇത് റോസ്റ്റ് ആവാൻ 20 മിനിറ്റ്. അത് കഴിഞ്ഞ് എത്ര നേരം കഴിഞ്ഞാൽ നമുക്ക് തണുത്തുടനെ നമുക്ക് പൊളിക്കാൻ പറ്റും? വിളിക്കാം. പൊട്ടാൻ തുടങ്ങി. അതാണ് അതിൻ്റെ ആണോ വെടിക്കെട്ട് തുടങ്ങും. പൊട്ടിത്തെറിക്കോ? തെറിക്കൊന്നുമില്ല, ചെറുതായിട്ട്. ഇതിപ്പോൾ ആയിട്ടുണ്ടല്ലേ? തൊലി ഇളകി വരുന്നുണ്ട്. മെഷീനിലാണെങ്കിൽ ഈ ഒരു തണുപ്പിക്കുന്നത് ഇതുപോലെ നോർമൽ എയർ ഡ്രൈ, റൂം ടെമ്പറേച്ചറിൽ എയർ ഡ്രൈ തന്നെയാണോ ചെയ്യുന്നത്? അതിനും പ്രത്യേക സംവിധാനം ഉണ്ടല്ലേ? ഇത് തൊലി പൊളിക്കുന്നതിനെല്ലാം ഉണ്ട്. നമ്മളൊന്നും തൊടുകയേ വേണ്ട, അതിനെല്ലാം മെഷീനുണ്ട്.
പെട്ടെന്ന് നടക്കുന്നു. ഇത് കണ്ടോ തൊലി ഇളകിയിരിക്കുന്നു. ചൂടുണ്ട്. ഇതാ തൊലി ഇളകിയിട്ട് ഇതിങ്ങനെ വരും. എന്നിട്ട് ഇതിന് ഉള്ളിൽ നിന്ന് ആണ് നമ്മൾ എടുക്കുന്നത് ശരിക്കും. ഇതാ അതാ അതാ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഇത്. ടൈപ്പാണ്, പക്ഷെ നല്ല മണമാണ്. അതാ ഞാൻ പറഞ്ഞത്. ഭയങ്കര മണമാണ്. അപ്പം നമ്മുടെ അടുത്ത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ബെൽബൺ ചോക്ലേറ്റ്സിൻ്റെ മാനേജർ ലാൽസൻ ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടാ, ഇനി ഇതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ബാക്കി? ഇതിൻ്റെ ആക്ച്വലി നമ്മൾ ഈ ചോക്ലേറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസവും ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള രീതിയിലുള്ള ആ മെത്തേഡാണ് ഇപ്പം നമ്മൾ കാണിച്ചത്. ആൾറെഡി നമുക്ക് മെഷീനറീസ് ഒക്കെ ഉണ്ട്. മെഷീനറീസ് ഒക്കെ നമ്മൾ കൂടുതൽ ലാർജ് ആയിട്ടുള്ള ഓർഡർ അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടു കാണിരിക്കും നിബ് എന്ന് പറയുന്ന സാധനമാണ്. ഇതാണ് നിബ്. ഇത് നിബ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്യും. ഈ ഹസ്ക് പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഗ്രാനുവൽസ് ആയിട്ട് വരും. ഇതിനെ നമ്മൾ പിന്നെ മിക്സിയിൽ നല്ലപോലെ ഒന്നുകൂടെ അരയ്ക്കണം. അരച്ചതിന് ശേഷമാണ് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഗ്രൈൻഡറിലേക്ക് മാറ്റും. ഈ കുഞ്ഞു ഗ്രാനുവൽസിനെയാണ് നിബ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മാർക്കറ്റിലേക്ക് കിട്ടും ഈ പരുവത്തിൽ. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 100% നമ്മൾ ഈ കൊക്കോ ബീൻ തന്നെയായിരിക്കും. അപ്പോൾ അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു മധുരമല്ല, ഒരു ചെറിയ കയ്പാണ്, പക്ഷെ ഗുണം കൂടുതലായിരിക്കും. ഈ കൊക്കോ ബട്ടറിന്റെ കാര്യം അപ്പോൾ എങ്ങനെയാണ്? കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൊക്കോ ബീനിനകത്ത് ഒരു 40 മുതൽ 45% ബട്ടർ അടങ്ങിയിട്ടുണ്ട് ഈ ബീനിൽ. ഈ ബീനിൽ ബട്ടറിനെ നമ്മൾ ഒരു പ്രത്യേക ഒരു 4-5 മണിക്കൂർ അരഞ്ഞതിന് ശേഷം ഈ ചോക്ലേറ്റ് അരിഞ്ഞതിന് ശേഷം അതിനകത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഈ ചോക്ലേറ്റിനകത്തുനിന്ന് ഈ അരിഞ്ഞ ബീനിനകത്തുനിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതാണ് കൊക്കോ ബട്ടർ. സർ, ഈ തൊലി നമ്മൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? നല്ല മണമുണ്ട്. ഇതിന് ഹസ്ക് എന്നാ പറയുന്നത്. ഇത് എസൻസിനോ മറ്റോ അങ്ങനെ എന്തെങ്കിലും? ഇത് ഉപയോഗിച്ച് ഇത് പൊടിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പല സാധനങ്ങളിലും കൊക്കോ പൗഡർ എന്ന് പറഞ്ഞ് കിട്ടുന്ന സാധനം ഒരു കിലോയ്ക്ക് 200 രൂപയൊക്കെ 150 രൂപ 200 രൂപ വിലയ്ക്കൊക്കെ നമുക്ക് കിട്ടുന്ന കൊക്കോ പൗഡർ എന്ന് പറയുന്ന സാധനം ഈ ഹസ്ക് പൊടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ മണത്തിന് വേണ്ടി ഒരു സ്വല്പം ഒറിജിനൽ പൊടിയും കൂടി ചേർക്കും. അതിന് മാർക്കറ്റിൽ ഇഷ്ടംപോലെ അത് ഹസ്ക് മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷേ കമ്പനി ഉദ്ദേശിക്കുന്നത് ഇത് കാലിത്തീറ്റയ്ക്കകത്ത് ഇടാനാണ്. മനസ്സിലായോ? പക്ഷേ ഇത് ബൾക്കായിട്ട് മേടിച്ചിട്ട് മറ്റ് രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇവനെ നല്ലപോലെ പൊടിച്ച് രീതിയിലാക്കി അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ കേരളക്കാർ തന്നെ ഒക്കെയാണ് നമ്മൾ ഈ മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ ചെല്ലുമ്പം ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് വരുന്നതിനകത്ത് ചേരുന്ന നല്ലൊരു ശതമാനം ഈ സാധനം വരുന്നുണ്ട്. നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് ഹസ്ക് കളഞ്ഞ കൊക്കോ ഇതിനെ നിബാക്കാൻ പോവുകയാണ്, അതായത് നന്നായിട്ട് പൊടിക്കാൻ പോവുകയാണ്. ഒരു കാപ്പിപ്പൊടിയുടെ കളറായില്ലേ? ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ബട്ടർ നമുക്ക് തെളിഞ്ഞു വരും. കളറിന് മാത്രമല്ല, ഭയങ്കര മണം. ഇപ്പോൾ എടുത്ത് നോക്കിക്കുക, അതിൻ്റെ ഓയിൽ ബട്ടർ തെളിഞ്ഞതാണ്. ഇപ്പം നല്ല ഓയിലിയായി. ഇപ്പം നല്ല ബട്ടറിയായി. ഇതാണ് നമ്മൾ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് മാറ്റുകയാണ്. ഈ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് മാറ്റിയിട്ട് ഇത് നമ്മൾ ഘട്ടങ്ങളായിട്ട് 36 മണിക്കൂറോളം അരിഞ്ഞാൽ മാത്രമേ ശരിയായ ചോക്ലേറ്റ് ആകൂ. ഈ 36 മണിക്കൂറിനിടയിൽ നമ്മളൊരു ആദ്യത്തെ ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിനകത്ത് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കും. ഉദാഹരണം മിൽക്ക് ചോക്ലേറ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ മിൽക്ക് പൗഡറും ഷുഗറും ആഡ് ചെയ്ത് കൊടുക്കും.
അതുപോലെ നമ്മൾ കസ്റ്റമൈസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചേർക്കും. മിൽക്ക് ചോക്ലേറ്റിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇതിനകത്ത് നമ്മൾ മിൽക്കിൻ്റെ അളവ് അല്ല ഷുഗറിൻ്റെ കണ്ടന്റ് കുറച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ്, ഇത് പ്യുവർ ഡാർക്കാണ്. ഇത് നമ്മൾ ഇതുപോലെ തന്നെ അടച്ചാൽ 100% ഡാർക്ക് ചോക്ലേറ്റ് ആയി. ഇതിനകത്ത് നമ്മൾ 30%, 60%, 40% ഒക്കെ ഷുഗർ ആഡ് ചെയ്യും. എന്നിട്ട് അത് ഡാർക്ക് ചോക്ലേറ്റ് ആഡ് കൊടുക്കും. മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് മിൽക്ക് പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ചേട്ടാ അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ബ്രൗൺ കളർ അല്ലേ, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് എങ്ങനെയാണ് വൈറ്റ് ചോക്ലേറ്റ് എടുക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബട്ടറിന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അത് പ്രത്യേക കംപ്രസിംഗ് മെഷീനിൽ വെച്ച് അതിനെ ഓയിലിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ആ ഓയിൽ കൊണ്ട്, അതായത് ആ ബട്ടർ കൊണ്ടാണ് പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കളർ വരത്തില്ല. പ്യുവർ നമ്മളെ വൈറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ മിൽക്കി ബാറൊക്കെ കിട്ടത്തില്ല, ആ സെയിം അതാണ് ഈ വൈറ്റ് ചോക്ലേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മിക്സിൽ നിന്ന് എക്സ്ട്രാ ഇത് കംപ്രസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് എക്സ്ട്രാക്ട് ചെയ്ത് ബട്ടർ എടുക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ആ ബട്ടർ. ശരിക്കും നമ്മുടെ നോർമൽ ബട്ടർ ഇല്ലേ, മിൽക്ക് ബട്ടർ, അതിൻ്റെ അതേ കൺസിസ്റ്റൻസിയാണിത്. നമുക്ക് ഒത്തിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൺസിസ്റ്റൻസി അങ്ങനെയാണ്. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. അത് പക്ഷേ സ്വീറ്റോ അല്ലെങ്കിൽ സോൾട്ടോ അങ്ങനെ ഒന്നുമില്ല. ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവറാണുള്ളത്, കയ്പും ഒന്നുമില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നില്ല. അതായത് നമ്മൾ ഈ മിക്സെല്ലാം ഇത് കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ മിക്സ് എടുത്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യും. ഗ്രൈൻഡ് ചെയ്യുന്നത് 36 മണിക്കൂർ അല്ലേ, കോൺസ്റ്റന്റ് 36 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ അത് 36 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏകദേശം 3 ദിവസമാണ് അതിൻ്റെ ഒരു പ്രോസസ്സിങ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് മോൾഡിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ചോക്ലേറ്റ് ആക്കാം. അപ്പോൾ നമ്മളിതിനെ സ്ലാബ് ആക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ. ഇതാണ് എൻ്റെ മോൾഡ് അല്ലേ, ആ സ്ലാബ്സ് കിട്ടുന്ന മോൾഡാണിത്. ഇതിപ്പോൾ 4 സ്ലാബ് ഉണ്ടാവും അല്ലേ. ഇതിനിടയിലൊരു പ്രോസസ്സ് പറഞ്ഞല്ലോ ചേച്ചി, ഇങ്ങനെ എന്താ കോഞ്ചിങ് ഇത് അരിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വെക്കണം കോഞ്ചിങ്. എന്നിട്ട് പിന്നെ അരയണ്ട, ഇത് കട്ടയാകാതിരിക്കാൻ കോഞ്ചിങ്ങിൽ ഇടുക. അതിനകത്തിരുന്ന് തന്നെ ലംസ് ഉണ്ടാകാതിരിക്കാൻ കോഞ്ചിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ആ ഒരു മെഷീനിൽ. അതിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം എന്താ, മിൽക്കല്ല, നമ്മളിപ്പോൾ ഇതിപ്പോൾ മിൽക്ക് ചോക്ലേറ്റിൽ മിൽക്ക് പൗഡറും ഷുഗറും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ എടുക്കുന്ന ചോക്ലേറ്റ് ചില്ലിയാണ്. ഇത് ചില്ലി ചോക്ലേറ്റ്. ഇവരുടെ ഒരു സ്പെഷ്യൽ വെറൈറ്റിയാണ് ചില്ലി ചോക്ലേറ്റ്. അപ്പോൾ ആ ഫ്ലേവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതിന് പറയുന്ന ടെമ്പറിങ്. ഇതിൻ്റെ അകത്ത് മുളകളെല്ലാം പൊട്ടിപ്പോകാൻ വേണ്ടി, പിന്നെ തണുക്കാനായിട്ട്. ഇത് ചൂടായി, സാധനം ഗ്രൈൻഡർ കിടക്കുന്നത് ചൂടാണ്. തണുക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ടെമ്പറി, ഇതിൽ ബബിൾസ്, ആ എയർ ഇതുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം പോവാനായിട്ട് ടെമ്പറി അത് ചെയ്യാം.
ഫ്രീസറിലേക്ക് വെക്കും ഫ്രീസർ വെക്കണ്ട, ഫ്രിഡ്ജ് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചർ നോർമൽ ഫ്രിഡ്ജിലേക്ക് നോർമൽ ഇതിലേക്ക് വെക്കാം, ഫ്രീസറിൽ വെക്കണ്ട. അരമണിക്കൂർ അരമണിക്കൂറിൽ റെഡിയാവും. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു എരിവാണ് ഫീൽ ചെയ്യുന്നത്. കഴിക്കുമ്പോൾ നമുക്ക് എരിവായിട്ട് തോന്നില്ല, ചോക്ലേറ്റ് തന്നെയാണ്. ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും കുറച്ചൊരു ചില്ലി മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണിത്. കൊള്ളാം, എന്തായാലും വെറൈറ്റി ആയിട്ടുണ്ട്. നമ്മൾ വെച്ച ചോക്ലേറ്റ് ആണ്, അരമണിക്കൂറിന് ശേഷം ചോക്ലേറ്റ് ആയിട്ട് എടുക്കുന്നു. ചോക്ലേറ്റ് സ്ലാബായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് നോക്കാം എന്തായാലും. അപ്പോൾ അതേ നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെയാണ് കട്ടി കൊണ്ടുവരണം. ഭയങ്കര നല്ല കൺസിസ്റ്റൻസി. ഞാൻ നേരത്തെ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഈ ഹോം മെയ്ഡ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന മിക്കതും ഇങ്ങനെ ഒരു തരിതരിപ്പ് ഫീൽ ചെയ്യും. പക്ഷെ ഇത് ഭയങ്കര ബട്ടറി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ഉള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് പറയുന്നിരിക്കുന്നത്. ഇനിയിപ്പം ഏറ്റവും ലാസ്റ്റത്തെ പ്രോസസ്സാണ് പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് പാക്കിംഗ് കാണാം. ഡെൽമോണ്ടെ സോഴ്സ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ് മാത്രമല്ല, ചോക്ലേറ്റ് ഐസ്ക്രീം ഉണ്ട്. ഈ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നർ കാണുമ്പോൾ അറിയാം അതിനൊരു പ്രത്യേകതയുണ്ട്. അത് കോക്കോ ഫ്രൂട്ടിൻ്റെ ഷെല്ലാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് കോക്കോ ബട്ടറുണ്ട്, കോക്കോ പൗഡറുണ്ട്, ലിപ് ബാം ഉണ്ട്, ഫുഡ് ബാം ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കോക്കോ ഫ്രൂട്ട് കൊണ്ട് എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കണ്ടത്. വേറൊരു വ്യത്യസ്തമായ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.